ഈ വനിതാ സംവരണ ബില്ല് വരുന്നതോടെ പല അതായത് ചില ആൾക്കാർക്ക് മേൽക്കോയ്മയുള്ള മണ്ഡലങ്ങളുണ്ട്. മണ്ഡല വിഭജനം കൂടിയാകുമ്പോൾ അല്ല, പല രാഷ്ട്രീയ സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഈ വനിതകൾക്കൊരു സംവരണം ആവശ്യമുണ്ടോ എന്ന്. കാരണം സമത്വത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള സംവരണം ആവശ്യമുണ്ടോ എന്ന്. പക്ഷേ പലയിടങ്ങളിലും നമ്മൾ കാണാത്ത പല കാഴ്ചകളുമുണ്ട് അല്ലേ? കാരണം സംവരണം സ്ത്രീകളെ അടിമകളായി കാണുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു രണ്ടാം തരക്കാരായി കാണണമെന്ന് ശഠിക്കുന്ന, അങ്ങനെ അവർ മുഖ്യധാരയിലേക്ക് വരേണ്ടതിന് ശഠിക്കുന്ന ചില പ്രവണതകൾ, അത് രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലായി കഴിഞ്ഞാലുമുണ്ട്. അവിടെയാണ് ഈ ബില്ല് സുപ്രധാനമാകുന്നത് അല്ലേ? എൻ്റെ ഒരു നിരീക്ഷണം, എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്, സ്ത്രീകൾക്ക് സമത്വം ആവശ്യമില്ല. നമ്മളെല്ലാവരും ഒരുപോലെ തുല്യരാണ്. അതെ. പക്ഷേ ഇവിടെ ഈ സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം കാലാകാലങ്ങളായി ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ സമത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാ ഇടങ്ങളിലുമല്ല. പക്ഷേ പണ്ട് അതായത് ഒരുപാട് 30 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഇവിടെ രാഷ്ട്രീയം ഭരിച്ചിരുന്നത് ആൺ മേൽക്കോയ്മ തന്നെയെന്ന് ഞാൻ പറയും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അന്ന് അമർത്തപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ബില്ലിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത്, ഇവിടെ ആർക്കാണ് വിജയസാധ്യത. അപ്പോൾ അവിടെ പണ്ട് മുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ ആ സീറ്റ് സ്ത്രീകളിലേക്ക് എത്തിപ്പെടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബില്ലിൻ്റെ ആവശ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് സ്ത്രീയും പുരുഷന്മാരും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സും എല്ലാവരും തുല്യരാണെന്നുള്ള ഇവിടെ ഈ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്നത് നമ്മൾ മുഖ്യധാരയിലേക്ക് വരുമ്പോൾ ഓക്കെ, അത് ശരിയാണ് ഇപ്പോഴും. പക്ഷേ പലയിടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലായി കഴിഞ്ഞാലും, ചില മതങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളായി കഴിഞ്ഞാലും, ചില രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തുള്ളവരായി കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്കറിയാം ഇപ്പോഴും എന്തുകൊണ്ട് സോണിയ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു, എന്തുകൊണ്ട് പ്രിയങ്ക എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന ചോദ്യമടക്കം ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കേരളത്തിലെ സാഹചര്യം തന്നെ എടുത്തു നോക്കാം. KR ഗൗരിയമ്മയും KK ശൈലജയും ഒക്കെ എന്തുകൊണ്ട് ഇവിടെ വനിതാ മുഖ്യമന്ത്രി ആയി ഇപ്പോഴും ഇങ്ങനെ ഒരു മൂലക്ക് ഇരുത്തിയിരിക്കുകയാണ് പിണറായി. അതാ വേണമെങ്കിൽ പേരാവൂർ സീറ്റ് മട്ടന്നൂർ മാറ്റി പേരാവൂർ സീറ്റ് എടുത്ത് ഉദാഹരണമായിട്ട് തന്നെ പറയാം. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ബില്ല് നിയമമാകുന്നതോടെ പല രാഷ്ട്രീയ പ്രഭുക്കന്മാരുടെയും കോട്ട തകർന്നടി. ഏതായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നന്ദഗോപൻ തയ്യാറായി നിൽക്കുകയാണ്. നന്ദൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ ഞാനിവിടെ പറയാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ തള്ളുന്നതൊക്കെ. ഏതായാലും നന്ദൻ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് ചരിത്രം രചിക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഇതിഹാസം രചിക്കാൻ പോവുകയാണ് ഭാരതം അല്ലേ? ചർച്ചകൾ ഇന്നും തുടരും. വൈകിട്ട് 4 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ്. മറ്റ് നടപടിക്രമങ്ങളുടെ വിവരങ്ങൾ കൂടി നന്ദൻ. സുരേഷ്, ഗുഡ് മോർണിംഗ്. അതായത് ഇന്നലെ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ച പോലെ രാജ്യം ഇന്ന് ഇതിഹാസം രചിക്കണമെങ്കിൽ സ്വാഭാവികമായി ഇന്ന് വൈകിട്ട് നടക്കുന്ന 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ സർക്കാർ കൊണ്ടുവന്ന ബില്ലിന് അനുകൂലമായി പ്രതിപക്ഷ അംഗങ്ങൾ കൂടി വോട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. എന്നാൽ പ്രതിപക്ഷം അതിന് എത്രത്തോളം മുതിരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നലെ പാർലമെൻറ്റിൽ സമ്മേളിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് സമ്മേളിച്ചപ്പോൾ ഭരണ പ്രതിപക്ഷ വാക്പോരുകൾ വളരെ രൂക്ഷമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. പ്രിയങ്കയും അതേപോലെ തന്നെ ഗൗരവ് ഗൊഗോയും അടക്കമുള്ള എംപിമാർ ഭരണപക്ഷത്തിനെതിരെ വാളെടുക്കുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങളും ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രധാനമന്ത്രിക്ക് പുറമെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം ഇന്നലെ പാർലമെൻറ്റിൽ സംസാരിച്ചിരുന്നു. ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൈവരിക്കുമെന്നതടക്കം അമിത്ഷാ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വനിതാ സംവരണ ബിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം എന്താണ് രാഷ്ട്രം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ചരിത്ര മുഹൂർത്തമാണ്. പാർലമെൻറ്റ് അതിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഓരോരുത്തരും അതിന് ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ളത് പാർലമെൻറ്റിൽ ഇന്നലെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. എന്നാൽ എത്രത്തോളം ഭാഗ്യം ചെയ്ത എംപിമാരുണ്ട് എന്നുള്ളത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് മാത്രമേ വ്യക്തമാകൂ. ഈ സ്വാഭാവികമായും ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. 131
ചുമന്ന ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഇപ്പോൾ നിലവിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ 3/2 ഭൂരിപക്ഷം വേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല മൊത്തം അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം വേണമെന്നുള്ള ഒരു നിയമം കൂടി നിലനിൽക്കുന്നു. അത് NDAക്ക് അനുകൂലമാണ്. മൊത്തം അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം നോക്കുമ്പോൾ അത് NDAക്ക് അനുകൂലമായ ഘടകമാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ഹാജരായ മുഴുവൻ അംഗങ്ങളുടെയും 2/3 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ NDAക്ക് ആ ഭൂരിപക്ഷമില്ല. സ്വാഭാവികമായും ഇത്തരമൊരു ഭരണഘടനാ ഭേദഗതി ബില്ലുമായി മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം അനിവാര്യമാണ്. പ്രതിപക്ഷം എന്നാൽ നഖശികാന്തം ഈ ബില്ലിനെ എതിർക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ വനിതാ സംവരണ ബില്ലിൻ്റെ മറവിൽ ഈ മണ്ഡല പുനർനിർണ്ണയം കൂടി നടത്തുവാൻ വേണ്ടിയുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും മണ്ഡല പുനർനിർണ്ണയത്തിലൂടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോകുമെന്നുള്ളതാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും ആക്ഷേപം, അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വാദം അതാണ്. എന്നാൽ അത്തരം വാദങ്ങൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഈ മണ്ഡല പുനർനിർണ്ണയം എന്നുള്ളത് കൃത്യമായി തന്നെ 2011 സെൻസസ് പ്രകാരം തന്നെ നടക്കും. അത് ജാതി സെൻസസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളത് ഇന്നലെ അമിത്ഷാ വ്യക്തമാക്കുകയുണ്ടായി. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ എംപിമാരുടെ എണ്ണം 20ആണ്. അത് 30ലേക്ക് വർദ്ധിക്കുമെന്നുള്ളത് അദ്ദേഹം ഇന്നലെ ലോക്സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. അതേപോലെ തന്നെ തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആനുപാതികമായ വർധനവ് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു പ്രാതിനിധ്യം കൂടുമെന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 850ലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അത് രാജ്യത്ത് കൂടുതൽ ശക്തമായ ജനാധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി സാധ്യമാകുമെന്നുള്ളതും ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചു. പ്രധാനമന്ത്രി ഈ വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്നലെ നാരീശക്തി എങ്ങനെയാണ് 2047ലേക്ക് ഭാരതത്തെ നയിക്കുക എന്നുള്ള കാര്യം അദ്ദേഹം വിവരിക്കുകയുണ്ടായി. എന്നാലും പ്രതിപക്ഷത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഇപ്പോഴും പ്രധാനമന്ത്രി സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ അളവുകോൽ കൊണ്ട് മാത്രമാണ് ഈ വനിതാ സംവരണ ബില്ലിനെ നോക്കിക്കാണുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് വേണമെങ്കിൽ പ്രതിപക്ഷത്തിനെടുക്കാം, ഒരു കാരണവശാലും സർക്കാർ ഇതിൻ്റെ ക്രെഡിറ്റ് വേണ്ട. എന്നാൽ ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇതിനോടകം തന്നെ നമ്മൾ വൈകിപ്പോയി ഈ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ്. സ്ത്രീകളോട് സമൂഹത്തോട് ചെയ്യേണ്ട നീതി അത് നടപ്പാക്കേണ്ട സമയമാണ്. അതിന് ഓരോരുത്തർക്കും അവസരം കൈവന്നിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്ക് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. പ്രതിപക്ഷം ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് ഉറ്റുനോക്കുകയാണ്. പക്ഷെ അതിനിവിടെ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 30 വർഷമായി ഈ പ്രതിപക്ഷവും സമാജ്വാദി പാർട്ടിയും RJDയും അടക്കമുള്ള പാർട്ടികൾ സ്ത്രീകളോട് ചെയ്തത് ചരിത്രം കണ്ടതാണ്, നാം എല്ലാവരും കണ്ടതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ, ഇതിനെല്ലാം പ്രതിപക്ഷത്തിന്റെ തലവനെന്ന് പറയുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. എന്തുകൊണ്ടാകാം ആ മൗനം? എന്താണ് ഇവിടുത്തെ സ്ത്രീകളോട് പറയുന്നത്? അശ്വതി, തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഇന്നലെ പാർലമെൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് സംസാരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതേസമയം പ്രതിപക്ഷത്ത് നിന്നും ഈ നിയോഗിക്കപ്പെട്ടത് പ്രിയങ്കയായിരുന്നു. അതായത് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പാർലമെൻറ്റിൽ സംസാരിക്കുവാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി നിയോഗിച്ചത് പ്രിയങ്കയാണ്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പ്രിയങ്ക ഇന്നലെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യക്ഷമായ നിലപാട് ഇതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതാണ്. ഈ ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഈ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനപ്പുറത്തേക്ക് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലവതരണവുമായി ബന്ധപ്പെട്ട് പോലും വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇന്നലെ NDAക്ക് വിജയമുണ്ടായി. 251 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തു, 158 പേരാണ് എതിർത്ത് വോട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പ് അത് വ്യത്യസ്തമാകും. ഈ 3/2 ഭൂരിപക്ഷം എന്നുള്ളത് നിലവിൽ എന്തായാലും NDAക്കില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് പരാജയപ്പെടാൻ, അല്ലെങ്കിൽ ഈ ബില്ല് പരാജയപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതായത് ഈ നിയമം നടപ്പാക്കാൻ, ഈ ഭേദഗതികൾ, ഭരണഘടനയുടെ ഈ ഭേദഗതികൾ നടപ്പാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും വ്യക്തമാക്കുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ തീരുമാനത്തിന് വിരുദ്ധമായി സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഭരണഘടനാ ഭേദഗതിയെ അനുകൂലിക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ സ്വാഭാവികമായും അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ നടന്ന പ്രതിപക്ഷ മുന്നണി
മണി യോഗത്തിൽ അവരെടുത്ത ഐകകണ്ഠേന തീരുമാനം ഈ ബില്ലിനെ ശക്തിയുക്തം എതിർക്കുക എന്നുള്ളതാണ്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പിൽ ഇതിനെ എതിർത്തുകൊണ്ട് ഓരോ പ്രതിപക്ഷാംഗങ്ങളും വോട്ട് ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായി അവർക്ക് നൽകിയിരിക്കുന്ന വിപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ വനിതാ സംവരണ ബിൽ ഈ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്ന് 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പാണ് അതിലേറെ നിർണായകം. സുരേഷ്. യെസ്, അത് തന്നെയാണ് നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പ് അതുകൊണ്ട് തന്നെ അത്രയേറെ നിർണായകമാണ്. കാരണം പ്രതിപക്ഷം ഒന്നടങ്കം ഈ ബില്ലിനെ എതിർക്കുകയാണ്. എതിർക്കാൻ അവർക്ക് പല കാരണങ്ങളുണ്ട്, പല ലക്ഷ്യങ്ങളുമുണ്ട്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. പക്ഷേ പൊതുസമൂഹം കാത്തിരിക്കുന്നത്, രാജ്യം തന്നെ കാത്തിരിക്കുന്നത് ആ ബില്ല് പൂർണ്ണമാകാൻ തന്നെയാണ്, അല്ലേ? ഇപ്പം അതിൽ ഏറ്റവും വലിയ നിരാശ എനിക്ക് തോന്നുന്നത്, അതായത് ഇത്രയും നാളും, അല്ലെങ്കിൽ എനിക്കിപ്പോൾ 27 വയസ്സ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ രാഷ്ട്രീയ ചരിത്രം പിറന്നാൾ ദിവസം ആ വയസ്സല്ലല്ലോ പറഞ്ഞു. വാട്ടെവർ ഇത്ര വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, അതിനാണല്ലോ പ്രസക്തി. അപ്പോൾ നമ്മൾ രാഷ്ട്രീയം പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് കരുതിയിരുന്നത്, ഓക്കെ, കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരൊക്കെ സ്ത്രീകളെ ഭയങ്കരമായി ചേർത്ത് നിർത്തുന്ന സർക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ്, ഈ നെഹ്റു കുടുംബം അങ്ങനത്തെ ഒരു രീതി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീകളെ വെറും വോട്ട് ബാങ്കായി മാത്രം കണക്കാക്കുന്ന ആൾക്കാരാണ് ഈ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ബില്ല് വരുമ്പോൾ ഇവർക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത? എന്തിനാണ് ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നത്? കാരണം എന്താണ്? വോട്ട് ബാങ്കായി മാത്രമേ ഇവിടുത്തെ സ്ത്രീകളെ കണ്ടിട്ടുള്ളൂ. എല്ലാവരും ഉന്നയിക്കുന്നത്. കാരണം ഇതൊരു നല്ല ഒരു ബില്ലാണ്, ഒരു നല്ല ഒരു നിയമത്തിലേക്ക് പോവുകയാണ്. അതിന് എന്തിനിങ്ങനെ എതിർക്കുന്നു എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരടക്കം ചോദിക്കുന്നത്, അല്ലേ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം, അല്ലേ? വൈകുന്നേരമാണ് ആ ഒരു നിർണായകമായ വോട്ടെടുപ്പ് 4 മണിക്കൊപ്പം. നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി വാ തുറക്കാം, അദ്ദേഹം എന്ത് പറയുന്നു, എന്ത് വിടുവായത്വം പറയുന്നു എന്നുകൂടി കണ്ടറിയേണ്ടത്. ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു.